എന്നിട്ടാ ശൃംഗാരി എവിടെ? അച്ഛൻ്റെ അടുത്ത് കാണും. അച്ഛനാണല്ലോ ഇരുമ്പും മറയും ഈരും പോലൊക്കെയൊക്കെ. അമ്മേ, മുത്തശ്ശി, ഞാനൊന്ന് പുറത്തു പോവും. അമ്മയെ കാണാനാ. മുംബൈ ബിസിനസിന്റെ കാര്യം ഒന്ന് ചർച്ച ചെയ്യണം. പിന്നെ നിത്യയെ പുറത്തു കൊണ്ടുപോയി ചികിത്സിക്കുന്ന കാര്യം. അമേരിക്കയ്ക്ക് തന്നെയാണോ ശരത്ത് മോനെ? അതാണ് അമ്മയ്ക്കിഷ്ടം. നോക്കാം. എന്നാ വാ, ഞാൻ ആ കറുപ്പൊടുത്ത കരിങ്കാളി ഒന്ന് കാണട്ടെ. വാ. ദേവികേടത്തി ഇഷ്ടമുണ്ടായിട്ടല്ല പോകുന്നത്, അച്ഛൻ നിർബന്ധിച്ചിട്ടാ. പോയില്ലെങ്കിൽ അവിടെ നമ്മുടെ സുധിയേട്ടൻ്റെ ആത്മാവ് ഒറ്റപ്പെടുന്നു. മോളെ, ഞങ്ങൾ പെട്ടെന്ന് വരാം കേട്ടോ. ഞങ്ങൾ ചെന്നില്ലെങ്കിലേ അത് സിദ്ധുവിനെ അപമാനിക്കുന്നതിന് തുല്യമാവത്തില്ല. ഞങ്ങൾ വരുന്നവരെ മോൾക്ക് കൂട്ടായിട്ട് മുത്തശ്ശി ഇവിടെ ഉണ്ടാവും. ആ കാർക്കോടകൻ ഇവിടെ കാണും കേട്ടോ. എന്നാലും അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ മോൾ അവനെ പേടിക്കുമൊന്നും വേണ്ട കേട്ടോ. നിത്യമോൾക്ക് പേടിയൊന്നുമില്ല അച്ഛാ. സ്വന്തം വിൽപ്പവർ കൊണ്ട് തിരിച്ചു വന്നവളാ അവള്. എന്റെ മോള്. മനോഹര, എടാ മനോഹര. ആ, ത്രിമൂർത്തി സിൻഡിക്കേറ്റ് ഇറങ്ങിയല്ലോ. മനോഹര, ഇന്നലെ ഏട്ടത്തി പോയിട്ട് വരാട്ടോ. വിളിച്ചാ ഒന്ന് വിളി കേട്ടൂടാ നിനക്ക്? ഓം ബ്രാ. ഇതെന്താ കറുപ്പെടുത്ത്? കറുപ്പിനെ 7 ഇഴകാണ് നമ്മ കേട്ടിട്ടില്ലേ? ആ, അല്ലെങ്കിൽ മൂദേവിയുടെ പട്ടേ കരിഞ്ചേലയാ. അമ്മ അങ്കത്തട്ടും തലയിൽ വെച്ചോണ്ട് വന്നതിന്റെ കാര്യമൊന്നും ഒഴിഞ്ഞാലും. അല്ല, ഒരു പാഷം പരേഡിന്റെ മണം. അതാ മുത്തശ്ശി ഉദ്ദേശിച്ചത്. നീ നിന്റെ കാര്യം നോക്കടാ. ദേവിക മോളെ, പരേഡ് നടത്തുന്ന നിന്റെ നെഞ്ഞത്തൂടല്ലോ. മനോഹരേട്ടാ, എന്നതാടി മരുമോൾക്കെതിരെ ഇന്ന് നിനക്ക് പുതിയ കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? അല്ല, അത്ര സന്തോഷമുള്ള ചടങ്ങിനൊന്നും അല്ലല്ലോ നമ്മൾ പോകുന്നത്. ആണോ? പിന്നെ നീ എന്തിനാണ് ഈ മുഖത്ത് പൊട്ടിയിട്ട് കണ്ണു എഴുതി പൊട്ടും കുത്തി ശിങ്കാരിയായിട്ട് നിൽക്കുന്നേ? എന്റെ മനോഹര, നീ എന്തു പറഞ്ഞാലും നിന്റെ മരുമോളുടെ മേക്കപ്പ് ഇത്തിരി കൂടിപ്പോയി. ആ, അതിന്റെ എക്സ്ട്രാ ടാക്സി ഞാനും അടച്ചോളാം. അമ്മയുടെ പാട് നോക്കമ്മേ. മുത്തശ്ശി, ഞാൻ എപ്പോഴത്തെയും പോലെ തന്നെ. എന്റെ മോള് മോടെ കാര്യം നോക്ക്. ഇതിങ്ങനെ ചെലച്ചോണ്ടിരിക്കും. ഇടോ, എന്നാലും ഇവളൊരു വിധവയല്ലേടാ, ഭർത്താവ് മരിച്ച പെണ്ണ്. അതിന് അങ്ങനെയാണെങ്കിൽ ദേവിക മോള് തല മുട്ടയടിച്ച് വെള്ളസാരി എടുത്തോണ്ട് നടക്കാം. ആ, എന്നാലും തരക്കേടില്ലായിരുന്നു. എന്നാലേ അമ്മ പോയി മുൻകാല പ്രാബല്യത്തോടെ തല മുട്ടയടിച്ച് വെള്ളസാരി എടുത്തോണ്ട് പോവാ. നീ ഇറങ്ങുന്നില്ലേ? അതോ അമ്മായിയമ്മയുടെ ഗിരിപ്രഭാഷണം കേട്ട് ആനന്ദ തുന്തലിതയായിട്ട് നിൽക്കുവാണോ? അച്ഛാ, എന്നാ മോനെ? ടാക്സി വിളിക്കട്ടെ? അയ്യോ മോനെ, എനിക്ക് വേണ്ടി ടാസ്ക് വിളിക്കണ്ട. ശരത്ത് മോൻ എനിക്ക് വേണ്ടി വലിയ വലിയ ടാസ്കുകൾ എടുക്കുകയും വേണ്ട. ഞാൻ ആ രമേശനോട് അവന്റെ കാറും കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ കവലെ കാണും. അമ്മ കൊച്ചിന്റെ അടുത്ത് തന്നെ ഇരിക്കണം. അല്ലാതെ അരിമുറുക്കിന്റെ പാട്ടയും കൊണ്ട് എവിടെയെങ്കിലും പോയി ഇരിക്കരുത്. ഞാൻ നിത്യക്കൊച്ചിന്റെ അടുത്ത് തന്നെ കാണും മനോഹര. ശരത്തുമോൻ പുറത്തേക്ക് പോവാ അവന്റെ അമ്മയെ കാണാൻ. അത് നന്നായി. അമേരിക്കൻ യാത്രയുടെ കാര്യം സംസാരിക്കാനാടാ മനോഹര. ശരത്ത് മോൻ അമേരിക്കയിൽ പോവോ? അമേരിക്കൻ മാവ് വാങ്ങിക്കോ? എന്നേലും ഒക്കെ ചെയ്യട്ടെ. ദേ,
നിത്യമോടെ കാര്യം ഞാൻ അമ്മയോടാ പറഞ്ഞത്. വാ മോളെ. അമ്മേ പോയിട്ട് വരാം അമ്മേ. മുത്തശ്ശി ഇത്രയും പറഞ്ഞിട്ടും ദേവിക്ക് വല്ല കൂസലുണ്ടായിരുന്നു നോക്കിക്കേ. എടാ അവള് ജന്മനാ തന്നെ അഹങ്കാരിയല്ലേ? അഹങ്കാരത്തിന് ഫാക്ട് ബോസ് വളവിടാൻ അച്ഛൻ. ആ മനോഹരന്റെ മുഖത്തിന് നേരെ വിരല് ചൂണ്ടുന്ന ഒരു ദിവസം വരും. അന്ന് മക്കുണം പഠിച്ചോളൂ. ഞാനെന്നാ അങ്ങോട്ട് മുത്തശ്ശി, കുറച്ച് മെയിലുകൾ ചെക്ക് ചെയ്യാനുണ്ട്. ഞാനേ ഇത്തിരി അരി കഴുകി അടപ്പത്തിടാം, ചൂട് കഞ്ഞി കുടിക്കാമല്ലോ. എന്തിനാ മുത്തശ്ശി? ഞാൻ പുറത്തു പോയിട്ട് വരുമ്പോ മുത്തശ്ശിക്ക് നല്ല മുടിഞ്ഞ മസാല ദോശ, അല്ലല്ല മുരിഞ്ഞ മസാല ദോശ കൊണ്ടുവരാം, പോരെ? ആണോ? എന്നാ അത് മതി മോനെ. ഞാനിന്ന് ബാഗ് എടുത്തിട്ട് വരാം. ഓ, എന്റെ സുതിമോൻ പുനർജനിച്ചതുപോലൊരു കൊച്ചൻ. ഓറഞ്ച് തിന്ന് മടുത്തു. നീ ആ ദേവിക പൂതത്തിനോടെ കുറച്ച് ആപ്പിൾ വാങ്ങിക്കാൻ പറയാം. നൗച്ചേ, 2 തുള്ളി നീയും കഴിക്ക. നീ ഇങ്ങനെ കിടക്കുന്നതേ സത്യത്തിൽ മുത്തശ്ശിക്ക് സഹിക്കുന്നില്ല. ജനിച്ച പാടെ നിന്നെ കയ്യിലെടുത്തവളല്ലേ നിന്റെ ഈ മുത്തശ്ശി? നീ പഴയതുപോലെ തുള്ളിച്ചാടി നടക്കുന്നത് കാണാനല്ലേ എനിക്ക് കൊതി.